അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നൊരു സംഗതി ഇങ്ങനെയാണ്. അള്ളാഹു പറയുന്നു, മനുഷ്യപുത്ര, നീ എനിക്ക് ആരാധനകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക. എങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ സംതൃപ്തിയും അതേപോലെ നിൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരവും ഉണ്ടായിരിക്കും. അല്ല എങ്കിൽ നിൻ്റെ കരങ്ങളിൽ ജോലി ഭാരം കൂടുകയും എന്നാൽ നിൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരം ആകാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഭൗതിക ജീവിതത്തിൽ തിരക്കുകൾക്കിടയിൽ പല സന്ദർഭങ്ങളിലും പലപ്പോഴായിട്ട് മനസ്സറിഞ്ഞ് സംതൃപ്തിയോടുകൂടിയുള്ള ആരാധനകൾക്ക് പലപ്പോഴും സമയം കാണാതെ പോവാറുണ്ട്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആയിക്കൂടാ. മറിച്ച് കൃത്യമായി ആരാധനാകർമ്മങ്ങളിലും പ്രാർത്ഥനയിലും ദിക്റുകളിലും ഖുർആൻ പാരായണത്തിനും എല്ലാം ആവശ്യമായ രൂപത്തിൽ സമയക്രമീകരണം നമ്മൾ നടത്തേണ്ടതുണ്ട്. ഇതൊന്നും ശ്രദ്ധിക്കാതെയുള്ള സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടയിലാണെങ്കിൽ എത്ര സമ്പാദിച്ചാലും അതിലൂടെ ഒരു മനസ്സംതൃപ്തി ലഭിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് തികയാതെ നെട്ടോട്ടമോടുന്ന ഒരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക എന്ന് നമ്മൾ സൃഷ്ടിച്ച റബ്ബാണ് പറയുന്നത്. അതുകൊണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും കൃത്യമായിക്കൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുവാനും ദഅവത്തിന് വേണ്ടിയിട്ടും ദിക്റുകൾക്ക് വേണ്ടിയിട്ടും ഖുർആൻ പാരായണത്തിന് വേണ്ടിയിട്ടും കൃത്യമായി സമയം മാറ്റിവെക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്.